പുതിന നടുമ്പം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല രീതിയിൽ പുതിനേനെ നമുക്ക് വളർത്തിയെടുക്കാം കേട്ടോ. ഒന്നാമതായിട്ട് നമ്മൾ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വേണം പുതിന നടാനായിട്ട്. അതിപ്പം മുറ്റത്ത് നടുവാണെങ്കിലോ അല്ലെങ്കിൽ ചെടിച്ചട്ടിയിലാക്കി നടുവാണെങ്കിലും നമ്മൾ പ്രകാശം കിട്ടുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു രാവിലത്തെ വേളെങ്കിലും നമുക്കതിന് കിട്ടുന്ന രീതിയിലുള്ള സ്ഥലം നോക്കി വേണം നമ്മൾ ഇതിനെ നടാനായിട്ട്. പിന്നെ നല്ല രീതിയിൽ മണ്ണ് അതിനകത്തോട്ട് വെള്ളം താഴുന്ന രീതിയിലുള്ള സ്ഥലത്ത് വേണം നമ്മളതിനെ നടാനായിട്ട്. പിന്നെ അതുകൊണ്ട് നമ്മൾ മണ്ണ് ഒരുക്കുമ്പം കുറച്ച് മണൽ, ചകിരിച്ചോറ് അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്തിട്ട് ആക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ രാവിലെയും വൈകുന്നേരവും അതിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. പിന്നെ അതിൻ്റെ ചുവട്ടിൽ ഒരുപാട് വെള്ളം കെട്ടി നിൽക്കാനൊന്നും ഇടവരുത്തരുത്. പക്ഷേ മണ്ണിൽ എപ്പോഴും ഒരു നനവുണ്ടായിരിക്കണം. പിന്നെ എന്നാന്ന് വെച്ചാൽ ഇതിൽ ഇങ്ങനെ നടാനായിട്ട് നമ്മൾ തണ്ട് സെലക്ട് ചെയ്യുമ്പം ഇതുപോലെ മണ്ണിൽ കൂടെ വളർന്നിട്ട് ഇങ്ങനെ വേര് പിടിച്ച തരത്തിലുള്ള തണ്ടുകൾ നമുക്ക് കിട്ടും. അപ്പം എവിടെയെങ്കിലും ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾ അതുപോലത്തെ തണ്ട് നമ്മൾ നോക്കി സെലക്ട് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ പിടിക്കും. പിന്നെ അല്ലാതെ നമ്മളിങ്ങനെ തണ്ട് മുറിച്ച് വെക്കുവാണെങ്കിൽ ചിലപ്പോൾ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകാനോ അല്ലെങ്കിൽ ചിലപ്പം വേര് പെട്ടെന്ന് പിടിക്കണമെന്നില്ല. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ നഴ്സറിയിൽ നിന്ന് അതിൻ്റെ തന്നെ ഇങ്ങനെ മേടിക്കാൻ കിട്ടത്തില്ല തൈ, അങ്ങനെ മേടിച്ച് നട്ടാൽ മതി. പിന്നെ ഇതിൽ ഇതുപോലെ ഇങ്ങനെ ഇല ചുരുട്ടി വെക്കുന്ന പ്രാണികൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ അതിനെ കാണുവാണെങ്കിൽ അതിനെ അപ്പം തന്നെ പറിച്ച് മാറ്റി കളയണം കേട്ടോ. അല്ലെങ്കിൽ അത് വീണ്ടും അടുത്ത ഇലകളിലോട്ടൊക്കെ പടർന്നിട്ട് അത് മുഴുവൻ ചെടിയുടെ വളർച്ച മുരടിപ്പിച്ച് കളയാനൊക്കെ കാരണമാവും. പിന്നെ നമുക്ക് ഈ ഇലതല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് വിഷമരുന്നുകൾ അടിക്കുന്നതിനേക്കാളും നമ്മൾ ഈ പുകയില കഷായം പോലത്തത് അടിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് നന്നായിട്ട് ശക്തിയായിട്ട് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ ഈ പ്രാണികളെ നമുക്ക് കുറച്ചൊക്കെ അതിൽ നിന്ന് കളയാനായിട്ട് സഹായിക്കും. പിന്നെ ഉറുമ്പ് പോലുള്ള എന്തെങ്കിലും ജീവികൾ അങ്ങനെയൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ തുരത്താനുള്ള വഴികളും ശ്രദ്ധിക്കേണ്ടതാണ്. ഉറുമ്പൊക്കെ വരാതെ നോക്കുന്നത് വളരെ നല്ലതായിരിക്കും.